ഇനിയും നമ്മൾ ഈ ഭാഗവത ധ്യാനത്തിലൂടെ സകരചരിതത്തെക്കുറിച്ച് വിചാരം ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. സകരചരിതത്തെ പറഞ്ഞതിന് ശേഷമാണ് ഈ സൂര്യവംശത്തിലെ പ്രധാന അവതാരമായ ശ്രീരാമചരിതത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ സകരചരിതത്തെക്കുറിച്ച് അറിയുവാൻ ആരംഭിക്കാം. ഹരിശ്ചന്ദ്രപുത്രനായ രോഹിതന്റെ പുത്രനായിട്ട് ഹരിതൻ എന്ന് പറയുന്ന രാജാവുണ്ടായി. ഹരിതന്റെ വംശത്തിലാണ് മൃഗപുത്രനായിട്ട് ബാഹുകൻ എന്ന് പറയുന്ന രാജാവും ഉണ്ടായത്. ആ ബാഹുകൻ ശത്രുക്കളാൽ രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിൽ പോവുകയുണ്ടായി. വൃദ്ധനായ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മഹാറാണി ഗർഭിണിയായിരുന്നു. ആ ഗർഭത്തെ നശിപ്പിക്കുവാൻ വേണ്ടി സപത്നി വിഷം കൊടുത്തു. സപത്നി എന്ന് പറയുമ്പോൾ രാജാവിന്റെ വേറെ ഒരു ഭാര്യയെയാണ് സപത്നി എന്ന് പറയുന്നത്. എന്നാൽ ആറൂവൻ എന്ന് പറയുന്ന മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഗർഭം നശിക്കാതെ 10 മാസം പൂർണ്ണമായി തികച്ചതിന് ശേഷം വിഷത്തോടു കൂടിയിട്ട് ആ കുഞ്ഞ് പ്രസവിച്ചു. ആ ശിശുവാണ് സകര ചക്രവർത്തി. സകരൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ചക്രവർത്തിയായി തീർന്നത്. വിഷം കൊടുത്താണ് കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചത്. എന്നാൽ ഋഷിയുടെ ഗുരുവിന്റെ സാധ്യവിന്റെ കൃപ കൊണ്ട് ആ വിഷം പ്രജയെ നശിപ്പിച്ചില്ല. ആ വിഷത്തോടുകൂടി ജനിച്ച കുട്ടിയാണ് നമ്മുടെ സകര ചക്രവർത്തി. സകരന് സുമതി എന്ന് പറയുന്ന ഭാര്യയില് 60,000 മക്കളും കേശിനി എന്ന ഭാര്യയില് അസമഞ്ജസൻ എന്ന് പറയുന്ന ഒരു പുത്രനുമാണ് ഉണ്ടായത്. അസമഞ്ജസന്റെ പുത്രനാണ് അംശുമാൻ. അപ്പൊ അങ്ങനെയുള്ള അസമഞ്ജസൻ കുട്ടികളെയെല്ലാം വിളിച്ചു കൊണ്ടുപോയിട്ട് സരയൂ നദിയിൽ തലയിടുമായിരുന്നു. അങ്ങനെ കുട്ടികളെ പല രീതിയിലും ഉപദ്രവിച്ച് തന്നിൽ നിന്നും അകറ്റിക്കൊണ്ടിരുന്നു അസമഞ്ജസൻ. അപ്പൊ അസമഞ്ജസനെ കുറിച്ച് പ്രജകളുടെ ആക്ഷേപം തുടരെ തുടരെ ഉയർന്നു വന്നു. അപ്പോഴോ പ്രജകളുടെ ആക്ഷേപം കണക്കിലെടുത്ത് നമ്മുടെ സകര മഹാരാജാവ് അസമഞ്ജസനെ നാടുവിടുവാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ സരയൂരിൽ മുക്കി തള്ളിയിട്ട എല്ലാ കുട്ടികളെയും തിരികെ കൊണ്ടുവന്ന് രാജാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അസമഞ്ജസന് സാധിച്ചു. അപ്പോ ആ അസമഞ്ജസൻ അങ്ങനെ രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മുടെ അസമഞ്ജസൻ ജീവൻ മുക്തനും ആയിക്കൊണ്ട് സർവസംഘ പരിത്യാഗിയായിട്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ആത്മജ്ഞാനിയായിരുന്നു അസമഞ്ജസൻ. എന്നാൽ അസമഞ്ജസന്റെ കർമ്മങ്ങളിലുള്ള
ആ ബഹുജന ദൃഷ്ടിയിൽ അപാകത എന്ന് തോന്നിപ്പിക്കുമാറുള്ള കർമ്മത്തിലുള്ള ദോഷങ്ങൾ കണ്ടിട്ടാണ് രാജാവ് അസമഞ്ജസനെ ശിക്ഷ വിധിച്ചത്. പക്ഷേ താൻ കൊന്നു എന്ന് പറയുന്ന കുട്ടികളെയെല്ലാം അസമഞ്ജസൻ തന്നെ തിരികെ കൊണ്ട് ഒന്ന് കൊടുത്തപ്പോഴാണ് രാജാവിനും തന്റെ ആ അവിവേകമായിരിക്കുന്ന ശിക്ഷാവിധിയുടെ പശ്ചാത്താപം തോന്നുന്നുണ്ട്. എന്നാൽ അസമഞ്ജസൻ ജ്ഞാനിയായതുകൊണ്ട് അച്ഛന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യം ഉപേക്ഷിക്കുക തന്നെ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നീട് നമ്മുടെ സകര ചക്രവർത്തി 100 അശ്വമേധയാഗങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. അതില് 99 അശ്വമേധയാഗങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പരിസമാപിപ്പിക്കുവാൻ നമ്മുടെ സകര ചക്രവർത്തിക്ക് കഴിയും. അങ്ങനെ 100ാമത്തെ യാഗം നടത്തുവാൻ വേണ്ടിയിട്ട് സകര ചക്രവർത്തി ആരംഭിച്ചു. 100 യാഗം പൂർത്തിയാക്കുന്ന ആള് അടുത്ത മന്വന്തരത്തില് ദേവേന്ദ്രനായിട്ട് തീരും. അപ്പൊ തന്റെ ഇന്ദ്രപട്ടം തെറിക്കും, പോകും. അതില് ദധകുണ്ട ഇന്ദ്രൻ ഈ നമ്മുടെ സകര ചക്രവർത്തിയുടെ 100ാമത്തെ യാഗത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കുപിത്തികൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. ആ 100ാമത്തെ യാഗത്തില് ദേവേന്ദ്രൻ യാഗപശുവെ മോഷ്ടിക്കുകയുണ്ടായി. യാഗപശുവെ മോഷ്ടിച്ചത് തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചാൽ അവിടെ സകരനും കുട്ടരും വന്ന് തന്നെ വധിച്ച് അയാഗപശുവെ വീണ്ടെടുക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് ദേവേന്ദ്രൻ എന്തൊരു സൂത്രം ചെയ്തു, പാതാളത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന കപില മഹർഷിയുടെ സമീപത്തായിട്ട് ആ യാഗപശുവെ ബന്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അച്ഛന്റെ നിശ്ചയപ്രകാരം സകരപുത്രന്മാര് യാഗാശ്വത്തെ അന്വേഷിച്ച് പല ദിക്കുകളിലും സഞ്ചരിച്ച് അവർ ഒടുവിൽ പാതാളത്തില് എത്തുകയുണ്ടായി. അപ്പോഴോ പാതാളത്തിലെത്തിയപ്പോഴോ അവിടെ കപിലന്റെ അടുക്കൽ യാഗപശു നിൽക്കുന്നത് കണ്ടപ്പോ കപിലനായിരിക്കാം അശ്വത്തെ മോഷ്ടിച്ചതെന്ന് അവർ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിലോ അവർ കപില മഹർഷിയെ ദേഹോപദ്രവം ചെയ്യുവാനായിട്ട് തയ്യാറായി. ആ സമയം കപില മഹർഷി പതുക്കെ തന്റെ ചക്ഷുസ്സൊന്ന് തുറന്നു നോക്കിയപ്പോഴോ ആ നേത്രാഗ്നിയിൽ നിന്നും ജ്വലിച്ചതായിരിക്കുന്ന തേജസ്, ആ തേജസ് കൊണ്ട് സാധുവെ പീഡിപ്പിക്കുവാൻ തയ്യാറായ ആ സകരാത്മജന്മാർ 60,000 പേരും അവിടെ ഭസ്മമായി തീരുക തന്നെ ചെയ്തു. ഇവിടെ ലോകസ്വഭാവം എത്ര ഭയങ്കരമെന്ന് ശ്രീ ശുഗമഹർഷി നമുക്കിവിടെ വരച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇവിടെ മഹത്നിന്ദയെ ചെയ്ത് വാസ്തവത്തിൽ ആരാണ്? ഇന്ദ്രനാണ്. കാരണം താനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിന്റെ ഫലം എന്താണ്? മറ്റുള്ളവരോട് ഏറ്റുപറയാതെ അതിനെ തെറ്റിദ്ധരിപ്പിച്ചത് വേറെ തപസ്യായ ഒരു സന്യാസിയാണ് ആ കൃത്യം ചെയ്തതെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് സന്യാസിയുടെ അടുക്കല് അതിനെ കെട്ടിയിടുകയാണ് ചെയ്തത്. കുറ്റം ചെയ്തത് ദേവേന്ദ്രനാണെങ്കിലും ശിക്ഷ അനുഭവിച്ചതോ സകരാത്മജന്മാരുമാണ്. അപ്പോ കാട്ടിലെ കടുവയേക്കാൾ ക്രൂരമല്ലേ നാട്ടിലെ നല്ലവനെന്ന് നടിക്കുന്ന മനുഷ്യരുടെ സ്വഭാവമെന്ന് പുരാണ ഋഷി
നമുക്ക് വ്യക്തമാക്കി തരികയാണ്. കാരണം മൃഗങ്ങൾ അവരുടെ സംസ്കാരം, അവരുടെ വാസന, അവരുടെ സ്വഭാവമനുസരിച്ചിരിക്കുന്ന കൃത്യങ്ങൾ, കർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. മനുഷ്യനോ അവന്റെ വാസനയെ അത് പുറത്ത് പ്രകടമാക്കാതെ കുബുദ്ധിയോടുകൂടി അവൻ അവന്റേതായിരിക്കുന്ന കുൽസിത താത്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതെല്ലാം തരത്തിലാണ് ധർമ്മത്തെ നോക്കാതെ, സത്യത്തെ നോക്കാതെ, സദാചാരത്തെ നോക്കാതെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ സന്ദർഭങ്ങളും നമുക്കിവിടെ ഇങ്ങനെ ഓരോ പുണ്യപുരുഷന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇവിടെ ഋഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നീട് സകരാത്മജന്മാരെ അന്വേഷിച്ച് അംശുമാൻ പാതാളത്തിലെത്തി. അപ്പോഴോ അതായത് ഈ അംശുമാനാരാണ്? നമ്മുടെ അസമഞ്ജസന്റെ ജീവൻ മുക്തനായിരുന്ന നമ്മുടെ സകര മഹാരാജാവിന്റെ തന്നെ കേശിനി എന്ന പത്നിയിലെ പുത്രനായിരുന്നുവല്ലോ അസമഞ്ജസൻ. ആ അസമഞ്ജസന്റെ പുത്രനായിരുന്നു, ഏകപുത്രനായിരുന്നു നമ്മുടെ അംശുമാൻ. ജ്ഞാനിയുടെ പുത്രനായതുകൊണ്ട് തന്നെ വിവേകിയായിരുന്നു. ആ വിവേകിയായിരുന്ന അംശുമാൻ പിന്നീട് നമ്മുടെ സകരാത്മജന്മാരെയും അതുപോലെ യാഗപശുവിനെയും അന്വേഷിച്ച് പുറപ്പെട്ടു. പല ദിക്കുകളിലും സഞ്ചരിച്ച ഒടുവിൽ ആ ഭസ്മമായി കിടക്കുന്ന തന്റെ പിതാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ കപില മഹർഷിയെയും കണ്ട് വൃത്താന്തങ്ങൾ അറിയുകയാണ്. കാരണം അംശുമാനെ ഋഷിയെ കണ്ടപ്പോൾ വാസ്തവം മനസ്സിലായി. ഋഷിയുടെ അടുക്കൽ പശു നിൽക്കുന്നത് കണ്ടു. എങ്കിലും ഋഷി ഒരു സന്യാസി, ഒരു സാധു, ഒരിക്കലും ബലം പ്രയോഗിച്ച് അധർമ്മം ചെയ്യുകയല്ല, ധർമ്മ വിപരീതമായിട്ടൊന്നും ആചരിക്കുകയില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അംശുമാൻ ഋഷിയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് സംതൃപ്തമാക്കി. അങ്ങനെ ഋഷിയുടെ, സന്യാസിയുടെ അനുഗ്രഹം സമ്പാദിച്ചു. അപ്പോ കപില മഹർഷിയിൽ നിന്നും ഗംഗാജല സ്പർശം കൊണ്ട് ആത്മജന്മാർക്ക് ഗതി വരുമെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ മനസ്സിലാക്കിയത്, അങ്ങനെ യാഗാശ്വത്തെയും നേടി തന്റെ കുലത്തിൽ ഇവിടെ മഹത് നിന്ദ കൊണ്ട് മൃതിയടഞ്ഞിരിക്കുന്ന അവർക്ക് ഗതി കൊടുക്കുവാനും അതുപോലെ അനേകം ജീവന്മാർക്ക് പാപമോചനത്തിന് സഹായകമാകുന്ന പുണ്യതീർത്ഥമായി തീരുവാനും ഗംഗാനദിയുടെ സാന്നിധ്യം ഭൂലോകത്തിൽ ആവശ്യമാണെന്നുള്ള പരമാർത്ഥം അംശുമാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഋഷിയെ നമസ്കരിച്ച് ഋഷിയുടെ കൃപയോടുകൂടിയിട്ട് യാഗപശുവുമായിട്ട് കൊട്ടാരത്തിൽ തിരിച്ചെത്തുകയാണ്. അങ്ങനെ സകര മഹാരാജാവ് യാഗം പൂർത്തിയാക്കുകയാണ്. അങ്ങനെ രാജ്യഭാരം അംശുമാനെ ഏൽപ്പിച്ച് കാട്ടിൽ പോയിട്ട് തപസ് ചെയ്ത് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് അംശുമാനും അതുപോലെ സത്പുത്രനായ ദിലീപനും സ്വർലോക ഗംഗയെ കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു. അംശുമാൻ യത്നം ചെയ്തു നോക്കി ഗംഗാദേവി എങ്ങനെ ഭൂമിയിലേക്ക് എത്തിക്കുമെന്ന്. എന്നാൽ അത് വിഫലമായി. അംശുമാന്റെ പുത്രനായ ദിലീപനും അതിനുവേണ്ടി പരിശ്രമം ചെയ്യുകയുണ്ടായി. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അതിന് സാധിച്ചില്ല. അവരുടെ കാലം കഴിഞ്ഞുപോയി. പിന്നീട് ദിലീപ പുത്രനായ ഭഗീരഥൻ ആണ് ഗംഗാനദിയെ ഭൂലോകത്തിലേക്ക് എത്തിക്കുവാനുള്ള
പ്രയത്നം ചെയ്യുന്നത്. ഭഗീരഥ പ്രയത്നം എന്ന് നമ്മളെല്ലാവരും കേട്ടിരിക്കും. അപ്പൊ ഭഗീരഥൻ ആദ്യം തന്നെ ചെയ്തത് ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കുകയാണ്. അങ്ങനെ ഗംഗാനദിയെ ഭൂലോകത്തിലേക്ക് കൊണ്ടുവരുന്നവരെയും തന്റെ ആയുസ് നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ആയുസ്സിന് വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. പിന്നീട് ഗംഗാദേവിയെ സേവിച്ച് പ്രത്യക്ഷയാക്കി, തപസ് ചെയ്ത് ഗംഗാദേവിയെ പ്രത്യക്ഷമാക്കി. അങ്ങനെ ആ ഗംഗാദേവി ഭൂമിയിലേക്ക് വരാമെന്ന് വരത്തെ സമ്പാദിച്ചു. എന്നാൽ താൻ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്റെ പ്രവാഹശക്തി വഹിക്കുവാൻ, താങ്ങുവാനുള്ള ശക്തി ഭൂമിക്കില്ല എന്നുള്ള പരമാർത്ഥം ഗംഗാദേവിയിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴോ അദ്ദേഹം പരമശിവനെ തപസ് ചെയ്യുകയാണ്. പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കിയിട്ട് വരം മേടിച്ചു. നോക്കൂ, അതാണ് ഭഗീരഥ പ്രയത്നം. ഇവിടെ ബ്രഹ്മദേവന്, ഗംഗാദേവിയെ, പരമശിവന് എല്ലാം തന്റെ യത്നം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കുവാനുള്ള വിവേകം, അല്ലാതെ തന്റെ കരബലം കൊണ്ടോ മനോബലം കൊണ്ടോ അല്ല അദ്ദേഹം ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, തപോബലം കൊണ്ടാണ്, തപസ്. അതുകൊണ്ടാണ് ഇന്നും തപസ് ചെയ്യുന്ന സാധുജനങ്ങളെ, സന്യാസിമാരെ, അവരുടെ മഹത്വം അവരിലൂടെയോ മറ്റുള്ളവരുടെയോ നമുക്ക് അറിയുവാൻ കഴിയുന്നില്ലെങ്കിലും അവരാണ് വാസ്തവത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ യഥാർത്ഥ ശക്തി സ്രോതസ്സുകൾ, ഊർജ കേന്ദ്രം അവരാണ്. അപ്പോ ഇവിടെ തപസ് ചെയ്യണം, അല്ലാതെ ഈ ലോകത്തില് ഇവിടെ ഇവയെല്ലാം കെട്ടുകഥകളാണ്, കൽപ്പനിക കഥകളാണ്, തത്വം പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതിലൊന്നും മറ്റ് കഴമ്പുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പൗരാണികമായിരിക്കുന്ന ആശയങ്ങളെ വളച്ചൊടിച്ച് വികൃതമാക്കിയാൽ ഇവിടെ ധർമ്മ സംസ്കാരമോ അതുപോലെ തന്നെ നമ്മുടേതായിരിക്കുന്ന സദാചാര മൂല്യങ്ങളോ നിലനിൽക്കുകയില്ല. അത് നിലനിൽക്കുവാൻ ആവശ്യം തപസ്സാണ്. ആ തപസ് ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ളൊരു ആർജവം, വിവേകമാണ് നമ്മുടെ മനുഷ്യകുലം ആർജിക്കേണ്ടത്. എന്തായാലും അങ്ങനെ ഭഗീരഥ മഹാരാജാവിന്റെ ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമായിട്ട് സാക്ഷാൽ ഭാഗീരഥി കീഴ്പൊട്ടൊഴുകി. ആദ്യം തന്നെ അതെന്താണ്, കൈലാസത്തിലെ മഹാദേവന്റെ ജടയിൽ പതിച്ചു. നേരിൽ ഭൂമിയിൽ അങ്ങ് ചാടിയെങ്കിലും ഭൂമിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല, വെറും നദിയാകുമായി, സാഗരമാകുമായി. അങ്ങനെ മഹാദേവന്റെ ശിരസിൽ ആ ജടയിൽ പതിച്ചു. അവിടെ നിന്നും പുറപ്പെട്ടോ ജാന്യ മഹർഷിയുടെ ആശ്രമത്തിൽ കൂടി ഒഴുകി ജാഹ്നവി എന്ന പേരില് അത് പാതാളം വരെ എത്തി. അങ്ങനെ അവിടെ ഭസ്മമായി കിടന്ന സകരാത്മജന്മാര് ഗംഗാജല സ്പർശമേറ്റപ്പോഴോ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകിയ ഗംഗയ്ക്ക് ഇപ്രകാരം സകല പാപങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് അത്ഭുതമോ ആശങ്കയോ സംശയമോ ആവശ്യമില്ല. അത്രയും മഹിമ ഭഗവാന്റെ പാദത്തിനുണ്ട്. ഭഗീരഥന്റെ പുത്രനായ ശ്രുതൻ മുതൽ പല രാജാക്കന്മാരും ഇക്ഷാകുവിന്റെ വംശത്തില് പിന്നീടുണ്ടായി. അതില് സൗദാസൻ എന്ന ഒരു രാജാവിന്റെ കഥ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടിൽ പോയപ്പോഴോ ഒരു രാക്ഷസനെ നിഗ്രഹിക്കുന്നുണ്ട്. ആ രാക്ഷസന്റെ അനുജൻ രാജാവിനോട് പ്രതികാരം ചെയ്യുവാനായിട്ട് ഒരു അരിവയ്പ്പുകാരന്റെ വേഷത്തില് കൊട്ടാരത്തിൽ വന്ന് കൂടുന്നുണ്ട്. അങ്ങനെ ആ വന്ന പാചകക്കാരൻ ഗുരുവായ വസിഷ്ഠ മഹർഷിക്ക് നരമാംസം പാകം ചെയ്തു കൊടുക്കുന്നുണ്ട്. രാജാവിന്റെ അശ്രദ്ധമുണ്ടാണല്ലോ പാചകക്കാരൻ സൂതൻ, വെപ്പുകാരൻ അധർമ്മം ആചരിച്ചത്. അതുകൊണ്ടോ ആ സൗദാസനെ രാക്ഷസനായി പോകട്ടെ എന്ന് നമ്മുടെ വസിഷ്ഠ മഹർഷി ശപിക്കുകയാണ്. അപ്പൊ അതിനു പകരം സൗദാസനം വസിഷ്ഠനെ ശപിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു.
കാരണം രാജാവിനും തപസ്സും ശക്തിയും ഉണ്ടായിരുന്നു, ധർമ്മം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ വലിയൊരു അബദ്ധം പറ്റിയത്. അപ്പൊ തിരിച്ച് ശപിക്കാൻ പുറപ്പെട്ടെങ്കിൽ എന്താണ്? ആ പുറപ്പെട്ടപ്പോഴോ അങ്ങനെ ഗുരുവെ ശപിക്കാൻ പുറപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് കാലിൽ മമ്പും പിടിക്കുകയാണ് ചെയ്തത്. ഗുരുവെ ശപിക്കുവാൻ ശക്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രാക്ഷസനായി തീർന്നിട്ട് സൗദാസൻ കാട്ടിൽ കൂടി സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴോ ഒരു ദിവസം സന്തത്യാർത്ഥം രതിക്രീഡയിൽ ഏർപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണനെ അദ്ദേഹം കൊന്ന് ഭക്ഷിക്കുകയുണ്ടായി. അത് കണ്ടപ്പോഴോ ആ ബ്രാഹ്മണി, ആ ബ്രാഹ്മണന്റെ പത്നി, അങ്ങയുടെ ഭാര്യയെ തൊടുന്ന നിമിഷം അങ്ങയുടെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശപഥനായിട്ടുള്ള സൗദാസൻ 12 കൊല്ലം കാട്ടിൽ കഴിച്ചു കൂട്ടുകയാണ്. പിന്നീട് അദ്ദേഹം വസിഷ്ഠ ശാപമെല്ലാം തീർത്ത് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ പത്നിയായ മദയന്തിയിൽ നിന്നും തനിക്ക് ഭാര്യാസ്പർശം പാടില്ല എന്ന ശാപം മനസ്സിലാക്കുകയാണ്. പിന്നീട് അങ്ങനെ പരമവിരക്തനായിട്ട് കാട്ടിൽ പോയിട്ട് തപസ്സം ചെയ്ത് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പൊ മദയന്തിയിൽ പിന്നീട് കുലഗുരുവായ വസിഷ്ഠര് തന്നെ പുത്രോത്പാദനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ അശ്മകൻ എന്ന് പറയുന്ന പുത്രൻ ജനിക്കുകയുണ്ടായി. അശ്മകന്റെ വംശത്തിലാണ് ഗഡ്വാങ്കൻ എന്ന് പറയുന്ന ചക്രവർത്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഗഡ്വാങ്കനെ ദേവന്മാര് സൈന്യാധിപനായിട്ട് ഭരിക്കുകയുണ്ടായി. ആയുഷ്കാലം മുഴുവനും ദേവലോകത്ത് തന്നെ ആ ഗഡ്വാങ്കൻ കഴിഞ്ഞുകൂടുകയുണ്ടായി. ഒരു മുഹൂർത്തം മാത്രമാണ് ഇനി തനിക്ക് ആയുസ്സിന് ബാക്കിയുള്ളൂ എന്നറിഞ്ഞ് ഉടനെ ഭാരതഭൂമിയിലേക്ക് തിരിച്ചെത്തി ശേഷിച്ച സമയം കൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് അദ്ദേഹം മോക്ഷം പ്രാപിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുമുണ്ട്. ഇനി വരുന്ന 2 അധ്യായങ്ങളെ കൊണ്ടാണ് നമുക്ക് ശ്രീരാമചരിതത്തെ വിശകലനം ചെയ്യുവാനായിട്ടുള്ളത്. അത് വിശകലനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സാഗരചരിതത്തിൽ നിന്നും, ഇന്നത്തെ സഗരചരിതത്തിൽ നിന്നും, സകല രാജാക്കന്മാരുടെ വംശചരിതത്തിൽ നിന്നും നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള തത്വസംഹിതകൾ അല്ലെങ്കിൽ ആശയങ്ങൾ ധർമ്മമാണ് മനസ്സിലാക്കുവാനുള്ളത് എന്ന് ഒന്ന് വിചാരം ചെയ്യുവാനായിട്ട് ഈ സന്ദർഭത്തിൽ ശ്രമിക്കാം. ഇവിടെ രോഹിത വംശത്തില് ബാഹുകൻ വൃദ്ധനായി, മക്കളുണ്ടായില്ല, 3 ഭാര്യമാര്. അങ്ങനെ കാട്ടിൽ തപസ്സിന് പോയി. ഒരു ഭാര്യയ്ക്ക് ഗർഭമുണ്ടായി, മറ്റു 2 പേര് കൂടി ഗർഭിണിക്ക് വിഷം കൊടുത്തു. സതി ചെയ്യാൻ തുടങ്ങിയ ഭാര്യ ഔർവ മഹർഷി തടഞ്ഞു. ഋഷി അനുഗ്രഹത്തിൽ കുട്ടി മരിച്ചില്ല, അമ്മ മരിച്ചു എന്നൊക്കെ നമുക്ക് ഇവിടെ തുടക്കത്തിലെ കഥയിൽ കാണുവാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ സകരൻ എന്ന് എന്താണ് ആ കുട്ടിക്ക് പേര് വരാൻ കാരണം? വിഷത്തോടുകൂടി ജനിച്ചത് കൊണ്ടാണ് സകരൻ എന്നുള്ള നാമം കിട്ടിയത്. സകരം, ഖരത്തോടു കൂടിയത്, നല്ല ഖരത്തോടു കൂടിയത്, നല്ല വിഷത്തോടു കൂടിയത്. അതാ അപ്പൊ സകരന്റെ 2 ഭാര്യമാരാണെന്ന് സുമതി, നല്ല ബുദ്ധി. സുമതിക്ക് 60,000 പുത്രന്മാരാണ്. കേശിനിക്കൊന്നും അസമഞ്ജസൻ. എന്താണ് അസമഞ്ജസൻ? അരുതാത്ത പ്രവൃത്തി. ഇവിടെ ഗുരുജനങ്ങള് ആരോടും ആസക്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അസമഞ്ജസൻ, അരുതാത്ത പ്രവൃത്തി. കുട്ടികളെ പീഡിപ്പിക്കലും ഒക്കെ നല്ല രീതിയാണ് കാണുന്നവർക്ക് തോന്നുന്നത്. പക്ഷെ അവരൊക്കെ അനുഗ്രഹിക്കുകയാണ് വാസ്തവത്തില്. മോക്ഷത്തിന് യോഗ്യമായ രീതിയിൽ അവരൊക്കെ രൂപപ്പെടുത്തുവാനുള്ള പ്രയത്നമാണ് സത്യത്തിൽ ചെയ്തത്. എന്നാൽ വ്യവഹാര ദൃഷ്ടിയിലോ അതെല്ലാം പീഡകളാണ്, ഉപദ്രവങ്ങളാണ്. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇപ്പോ അതിലെപ്പോഴും ചില ഗുരുജനങ്ങള്, സന്യാസിമാരൊക്കെ ആളുകൾ എടുക്കാതിരിക്കാൻ വേണ്ടി ദേഷ്യം, ക്രോധം ബാധിക്കും. അതുപോലെ അവരെ പല രീതിയിലും എന്താണ് പ്രകോപിപ്പിക്കും ഒക്കെ ചെയ്യും. ഇവിടെ ഈ അസമഞ്ജസൻ അരുതാത്ത പ്രവൃത്തി എന്താന്ന് വെച്ചാൽ, അരുതാത്ത പ്രവൃത്തി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തന്നോടും തനിക്കും ഒന്നിനോടും ആസക്തി, അടുപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു ധർമ്മത്തെ ആചരിച്ചത്. അപ്പോ ഇവിടെ സകരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരിലും വിഷമുണ്ട് എന്നുള്ള തത്വം കാണിക്കുകയാണ്. എന്താ വിഷം? സംസാരമാകുന്ന പാമ്പിന്റെ വിഷം. അതിൽ ഈ സംസാരത്തെ പാമ്പിനെ പോലെയാണ്. പാമ്പ് അല്ലെ, ഇങ്ങനെ ഉരകം കൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് ഇങ്ങനെ സർപ്പം ഇഴഞ്ഞഴഞ്ഞു പോകുന്നത് പോലെയാണ്
ഭൂമിയിലെ ലൗകിക വിഷയങ്ങൾ അനുഭവിക്കുവാൻ മനുഷ്യരെ തിടുക്കം കൂട്ടുന്നത്. ഇപ്പൊ സംസാരമാകുന്ന പാമ്പിന്റെ വിഷം, ആ വിഷം എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരീരത്തിൽ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് സംസാര രോഗം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ശരീരചിന്തയോടുകൂടി ശരീരത്തിൽ മാത്രം ഉണർന്നിരിക്കുമ്പോൾ സംസാര രോഗം ബാധിക്കുകയാണ്. അപ്പൊ നമ്മെ കാണാത്തതിനാൽ സംസാര രോഗം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തില് നമ്മൾ ആരാണ്? ഞാനീ സദ്രൂപ ശരീരമല്ലെന്ന് അനേകം വാക്യം ബുദ്ധരോദിടുന്നു. ഞാനാത്മാവാണു സാക്ഷി ചിതാനന്ദരൂപം ശിവോഹം ശിവോഹം. വാസ്തവത്തിൽ ഞാൻ പരമചൈതന്യം തന്നെയാണ്, ആത്മചൈതന്യം തന്നെയാണ്. ആ ദിവ്യമായിരിക്കുന്ന നിജശുദ്ധ ബുദ്ധമുക്തമായ ബോധം തന്നെയാണ്. എന്നാലോ ഈ ശരീരത്തിലുള്ള അമിതമോഹം അല്ലെങ്കിൽ അതിബോധം നമ്മെ സംസാര രോഗത്തിലെ അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മനുഷ്യൻ ഇവിടെ നമ്മുടെ 7ാമത്തെ സ്കന്ധത്തിൽ അവതരിപ്പിച്ചതുപോലെയുള്ള അവന്റെ സ്വധർമ്മം ആചരിച്ചാലോ, സ്വധർമ്മം ആചരിച്ചാൽ അവനിൽ വൈരാഗ്യമുണ്ടാകും. വൈരാഗ്യമുണ്ടാകുമ്പോഴാണ് ചതുർത്ഥാശ്രമമായ തുരീയാശ്രമമായ സന്യാസാശ്രമത്തിലേക്ക് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു ജീവൻ പ്രവേശിക്കുകയുള്ളൂ. കാരണം സന്യാസാശ്രമത്തിലിരുന്ന് ആത്മവിചാരം ചെയ്ത് പരവൈരാഗ്യമാർജിച്ച് ദൃഢമായിരിക്കുന്ന ആത്മാനുഭൂതി, ആത്മജ്ഞാനം നേടുമ്പോൾ മാത്രമാണ് ജീവനമോക്ഷം. ഇപ്പൊ പലരും പറയും നസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നസിക്കുന്നുണ്ട്. ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നു, പ്രാണൻ പുറത്തേക്ക് വിടുന്നു, നസിക്കുന്നു. അപ്പൊ അങ്ങനെ എടുക്കലും വിടലും എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സന്യാസിമാരാണെന്നൊക്കെ പലരും പാടിയും പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമത്തിന്റെ വ്യവസ്ഥയുടെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഈ ലോകത്തിലെ വ്യവഹാരത്തിൽ ജീവിച്ചു പോകുമ്പോൾ തത്വങ്ങള് നമ്മൾ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കിപ്പിക്കുന്നതും ധർമ്മം പ്രായോഗികമാക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ ഉള്ള ധർമ്മത്തെയും കൂടി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും പുസ്തക രചനകളും നടത്തിയിരുന്നതിൽ അർത്ഥമൊന്നുമല്ല. അത് ഗുണത്തേക്കാൾ ദോഷത്തെയാണ് ചെയ്യുക. അപ്പോ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥാശ്രയും സ്വധർമ്മം ആചരിക്കുമ്പോൾ അവർക്ക് പരവൈരാഗ്യമുണ്ടാകും. സന്യാസി സ്വധർമ്മത്തിലിരിക്കുമ്പോഴോ അവൻ അവധൂതാവസ്ഥയെ പ്രാപിക്കും. ഇന്നിപ്പോ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്താണ്? ഉന്മാദ രോഗികളെ പോലെ, മനോരോഗികളെ പോലെ പോരും പേരും വിലാസം ഒന്നുമില്ലാതെ ഭ്രാന്തമായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകളെയാണ് അവധൂതന്മാരെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതൊന്നുമല്ല അവധൂതാവസ്ഥ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുടെ അവസ്ഥയാണ്. ജ്ഞാനി, ആത്മജ്ഞാനി, ആ ശുദ്ധബോധം ആർജിച്ച ബോധിച്ച ആളുകളെയാണ് അവധൂതൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സന്യാസി അവന്റെ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ധർമ്മം ആചരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അവൻ അവധൂതനായി കഴിഞ്ഞു. അങ്ങനെയുള്ള സന്യാസിയുടെ കൃപയും അനുഗ്രഹമാണ് നമ്മുടെ യഥാർത്ഥ മൂലധനം, യഥാർത്ഥ ഊർജസ്രോതസ്. അവരുടെ ദിവ്യമായിരിക്കുന്ന തപപ്രഭാവം നമ്മുടെ ഈ ഭൂലോകത്തില്, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തില് എല്ലാ കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ ശരീരം നശിച്ചാലും അവരുടെ തപസ്സിന്റെ ഫലം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാകുന്നില്ല. അതൊരു പരമാർത്ഥമാണ്. അങ്ങനെ പിന്നീട് അവിടെ നമുക്ക് അശ്വാപഹരണം, സകരൻ യാഗം ചെയ്യുമ്പോൾ ഇന്ദ്രൻ പശുവിനെ മോഷ്ടിച്ചുകൊണ്ട്, അപ്പൊ അശ്വാപഹരണം അത് ഇന്ദ്രനാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇന്ദ്രൻ എന്താണ്? ഇവിടെ മനസ്സിന്റെ അതായത് വാസനയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇന്ദ്രിയ പ്രവർത്തനത്തെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുതിര, ഇന്ദ്രനെ കുതിരയായിട്ട് ദേവന്മാരെ ഇന്ദ്രിയങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോ മനസ്സ് വാസനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ,
അപ്പോ 60,000 സകലപുത്രന്മാർക്കും കുതിരയെ വീണ്ടെടുക്കുവാനായില്ല. മാത്രമല്ല അവർക്ക് മഹാത്മാവിനെ, പുണ്യാത്മാവിനെ, കപില മഹർഷിയെ, സാധുവെ, സന്യാസിയെ തിരിച്ചറിയുവാനും സാധിച്ചില്ല. അതുകൊണ്ടല്ലേ സന്യാസിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ചു. അനുഗ്രഹത്തിനല്ലല്ലോ. ഇനി അവരെ എടുത്താലും എടുത്തില്ലെങ്കിലും അവരോട് യാഥാർത്ഥ്യം പരമാർത്ഥം ബോധിപ്പിച്ചാൽ അവർക്കറിയാം ത്രികാലജ്ഞാനികളാണ്. എങ്കിലും അവര് ഒന്നും അറിയാത്ത മൂഢന്മാരെ പോലെ നമ്മളോട് ഇടപെടും. ഇവിടെ ആ സകലപുത്രന്മാർക്ക് ഋഷിയെ എന്ന് വെച്ചാൽ കപില സമാധിയെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. ഇവിടെ എന്താണ് കപില സമാധി ഇരുന്നാലേ കുതിരയെ, അതായത് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകൂ. ഇന്ദ്രിയങ്ങളെ, കുതിര തന്റെ അടുത്താണ് കെട്ടിയിരിക്കുന്നത്. അപ്പോ ആ കുതിരയെ, ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ എന്ത് വേണം? സമാധി പരിശീലിക്കണം. അതിലെ നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, അതുപോലെ ധ്യാനം, സമാധി എന്നുള്ള അഷ്ടാംഗയോഗം. സകരം, ഈ സംസാരത്തിലെ വിഷം അത് നശിപ്പിക്കുവാൻ എന്ത് വേണം? സമാധി, യോഗം, ജ്ഞാനം, വൈരാഗ്യം ഇവയെല്ലാം ആർജിക്കണം. അപ്പൊ ഇന്ദ്രിയങ്ങള് ബഹിർമുഖമായിട്ടുള്ളവർക്ക് അന്തർമുഖതയുള്ളവരൊക്കെ കള്ളന്മാരായിട്ട് തന്നെ തോന്നും. അതല്ലേ വൈശീകന്മാർക്ക് അവർ സന്യാസിമാരെ ആക്ഷേപിക്കുവാനും ഉപദ്രവിക്കുവാനുമാണ് എപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? അവർക്ക് അവരുടെ ദൃഷ്ടിയിലെ, അവരുടെ അറിവോട് കൂടിയിട്ട് ഒരു സന്യാസിയും വിലയിരുത്തുവാൻ കഴിയും. അവരൊരാളോട് ഇടപഴകുമ്പോൾ, ഒരാളോട് ബന്ധപ്പെടുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ എന്തോ അതുതന്നെയാണ് ഒരു യതിയിലും, ഒരു സാധുവിലും, ഒരു സന്യാസിയിലും, ഒരു ധർമ്മമാചരിക്കുന്ന ആളുകളിലും ഉണ്ടാവുക എന്നാണ് അവരുടെ മനോഭാവം, ഇല്ലെങ്കിൽ അവരുടെ അറിവ്. അതല്ലേ ഈ തപസ് ചെയ്യുന്ന ആളുകള് വൈശീകന്മാരായിരിക്കുന്ന, ലൗകികന്മാരായിരിക്കുന്ന, അതിലൗകികന്മാരായിരിക്കുന്ന ആളുകളാണ് ആക്ഷേപിക്കുന്നതും അതുപോലെ ഉപദ്രവിക്കുന്നതും. എന്നാൽ തന്നെ ലൗകികന്മാരില് ശ്രദ്ധയും ഭക്തിയും ധർമ്മവും ആചരിക്കുന്നവരോ അവരെ ഈശ്വരന്മാരായി തന്നെ കണ്ട് ആദരിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ തന്നെ പൂജിക്കുകയും ചെയ്യും. അപ്പോ പിന്നെന്താ? വൈശികന്മാർക്കാണ് അധ്യാത്മമാർഗത്തിലുള്ളവരുടെ വെറുപ്പ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. യാതൊരു കൂട്ടരാണോ സന്യാസിയെയും സന്യാസാശ്രമത്തെയും വിമർശിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുന്നത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വരുന്നത്, അവൻ ഏത് വർഗത്തിന്റെ ആളായാലും, ഏത് സമൂഹത്തെ നയിക്കുന്ന നേതാവായാലും അവരുടെ മനസ്സ് വൈശീകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ വൈശീകത കൊണ്ടാണ് തെറ്റിദ്ധരിച്ചിട്ട് അട്ടഹസിക്കാണ് ഈ 60,000 പുത്രന്മാരും മുനിയുടെ മുമ്പിൽ നിന്ന്. അപ്പോഴോ മുൻകൺ തുറന്നു ചാമ്പലായി കുട്ടികളെല്ലാം. അപ്പൊ സമാധി ദൃഷ്ടിയിൽ വൈശീകത നശിക്കും. അപ്പൊ ഒരു യതിയെ, ഒരു തപസ്വിയെ, ഒരു സന്യാസിയെ, ഒരു ധർമ്മം ആചരിക്കുന്ന ആളെ മനസ്സിലാക്കുവാൻ ധർമ്മം പ്രസംഗിച്ചതുകൊണ്ടോ, ധർമ്മത്തെക്കുറിച്ച് ബുദ്ധിതലത്തിൽ മസ്തകത്തിൽ പഠിച്ച് തിരികെ കയറ്റിയതുകൊണ്ടോ ഒരു യതിയെ, ഒരു സാധുവെ, ഒരു ധർമ്മനിഷ്ഠനെ അറിയുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഈ വൈശികത നശിക്കുന്നതോ അതിന് നമ്മുടെ സമാധി ദൃഷ്ടി വേണം. പിന്നീട് കേശിനിയുടെ അസമഞ്ജസിന്റെ പുത്രനാണ് അംശുമാൻ. ആ അംശുമാൻ കുതിരയെ മോചിപ്പിച്ചു. അതോ കപിലനെ ഭഗവാനായി കണ്ടു. അതെ, അംശുമാൻ സന്യാസിയെ, സാധുവെ ഈശ്വരനായിട്ട് കണ്ടു. കാരണം മനസ്സ് ശുദ്ധമായിട്ടുള്ളവർക്ക് എന്താണ്? കാണുന്നതെല്ലാം ഈശ്വരമയം. വിഷയവാസനയില്ലാത്തപ്പോൾ കാണുന്നതെല്ലാം ഈശ്വരമയമായിട്ട് തീരും. അതെ, അപ്പോ അംശുമാന്റെ ചിത്തം ശുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ധ്യാനനിഷ്ഠയിൽ അമർന്നിരുന്ന യോഗിയെ, സന്യാസിയെ സാക്ഷാത് ഈശ്വരനായിട്ട് തന്നെ അറിയുകയും നമസ്കരിക്കുകയും ചെയ്തു അംശുമാൻ.
അങ്ങനെ അപ്പോ യഥാർത്ഥത്തിൽ യാഗം സഫലമാകുന്നത് എപ്പോഴാണ്? ഇന്ദ്രിയങ്ങളെ ജയിക്കുമ്പോൾ മാത്രമാണ്. കാരണം ഞാനാണ് കണ്ണിൽ കൂടെ കാണുന്നത്, ഞാൻ കണ്ണല്ല. ഇതാണ് ബോധിക്കേണ്ടത്. കണ്ണിനും കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനും കണ്ണായിരുന്ന ഒരു താനെന്നുറയ്ക്കും ആനന്ദം എന്റെ ഹരി നാരായണായ അല്ലേ. കാരണം ഞാനാണ് കണ്ണിൽ കൂടെ കാണുന്നത്, ഞാൻ കണ്ണല്ല. എല്ലാം എന്നിലാണ് ഇരിക്കുന്നത്, എന്നെ ദുഷിപ്പിക്കാൻ ഒന്നുമില്ല. ഇതാണ് അംശുമാൻ തത്വം. അപ്പോ യഥാർത്ഥ രക്ഷ എന്താണ്? സകരത്വം പോകലാണ്. ഈ സംസാരത്തിലെ കൊതി, ആസക്തി, വിഷം പോകലാണ്. അതാണ് ഗംഗാസ്പർശം, പാദജലം, പാദതീർത്ഥം, ഭഗവാന്റെ പാദതീർത്ഥം. പാദഭക്തി വന്നാലോ വിഷം പോകും. അതുകൊണ്ടല്ലേ അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരുപാസതേ തേഷാം നിത്യാധിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അല്ലേ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? ആരാണോ എന്നെ അനന്യമായിട്ട്, അപ്പൊ അനന്യഭക്തി വളർത്തുക. അപ്പോഴെന്താണ്? സകരത്വം, വിഷത്വം പോകും. അങ്ങനെ പിന്നെ കുതിരയെ വീണ്ടെടുത്തു, യജ്ഞം ചെയ്തു, ഭരിച്ചു. സകരൻ തപസ്സിനും പോയി. അംശുമാൻ പിന്നീട് സപ്തദ്വീപുകളെയും അടക്കി ഭരിച്ചു. പിന്നെ അവർക്കൊന്നും ഗംഗയെ കൊണ്ടുവരാനായില്ല, പുത്രൻ ദിലീപനുമായില്ല, ഭഗീരഥൻ കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ കഥയിലൂടെ ഇവിടെ വിശദമായി കേട്ടതാണ്. ഗംഗയെ കൊണ്ടുവരുവാൻ എന്താ? ഗംഗാ പ്രസാദം വേണം. എന്താ ഗംഗ? ഗംഗ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ജ്ഞാനം വേണം. ജ്ഞാനം അത് തപസ്സിലൂടെയാണ് ആർജിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സത്കർമ്മത്താൽ ഭക്തിജ്ഞാന വൈരാഗ്യം ദൃഢമാകുമ്പോൾ ആത്മജ്ഞാനം പ്രകടമാകും. അങ്ങനെ തപസ് കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ പതനം തടത്തില്ലെങ്കിൽ പാതാളത്തിലെത്തും എന്ന് പറഞ്ഞ് അങ്ങനെ ശങ്കരനെ തപസ് ചെയ്തു, പ്രത്യക്ഷായി. അപ്പൊ ഇവിടെ ഗംഗാസാഗറിൽ നമ്മൾ ഇന്നും മുങ്ങിയാൽ സാഗരർക്ക് കിട്ടിയ ഗതി കിട്ടും. അങ്ങനെ നമ്മുടെ ഭഗീരഥൻ പൂർവികർക്കെല്ലാം മോക്ഷം കൊടുത്തു എന്ന് നമുക്ക് അവിടെ അറിയുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കെട്ടുവാങ്കന്റെ കഥ കേട്ടു. സൗദാസൻ രാക്ഷസനെ കൊന്നു, സഹോദരനെ കൊന്നില്ല. അപ്പൊ ഇവിടെ കാമവും ക്രോധവുമാണ് അത്. ആദ്യം ക്രോധത്തെ കൊല്ലണം, പിന്നെ കാമത്തെയും. അപ്പൊ ഗുരുവെ നരമാംസം തീറ്റിയതിനാൽ സൗദാസനെ രാക്ഷസനാകട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്തത്. അപ്പൊ ബ്രാഹ്മണ ദമ്പതികളിൽ ആണിനെ കൊന്നു ഭക്ഷിച്ചതുകൊണ്ടോ ശാപം കിട്ടി. അപ്പൊ നരമാംസ ഭക്ഷണം പുരുഷാർത്ഥത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. അതല്ലേ സ്ത്രീക്ക് പുരുഷനിലും പുരുഷനിലും സ്ത്രീയും അമിതമായ ആസക്തി ഉണ്ടായാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇത് നാലും നശിക്കും. അപ്പൊ ശരീരം വാസ്തവത്തിൽ എന്തിനാണ്? മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടെ ബ്രാഹ്മണി തിരിച്ച് ശപിക്കുന്നുണ്ട്. അപ്പൊ അവിടെ മദനീന്ദിയെ പ്രാപിക്കുമ്പോൾ സൗദാസൻ അങ്ങനെ എന്താണ് കാട്ടിൽ പോയി തപസ് ചെയ്തു എന്നത് കണ്ടു. അങ്ങനെ 7 കൊല്ലം ഗർഭിണിയായിരുന്നിട്ടും പ്രസവിക്കാതിരുന്ന മദയന്തിയുടെ പുത്രനെ തടസ്സങ്ങളോടുകൂടി ജനിപ്പിച്ചു. അതാണ് അംശകൻ എന്ന് നമുക്കറിഞ്ഞു. പിന്നെ മൂലകൻ, അങ്ങനെയെല്ലാമുള്ള സംസ്കാരത്തിലായിരുന്നു നമ്മുടെ കിട്ടുവാങ്കന്റെ ജനനം. 2 മുഹൂർത്തം കൊണ്ട് മുക്തനായി. സത്വഗുണത്തിന്റെ തടസ്സം ആസുര രാക്ഷസ. ദേവന്മാരെന്ന് പറഞ്ഞാൽ സത്വഗുണമാണ്, അസുരന്മാരെന്ന് പറഞ്ഞാൽ രജോ ഗുണമാണ്, രാക്ഷസന്മാരെന്ന് പറഞ്ഞാലോ തമോ ഗുണമാണ്. അപ്പൊ ഈ സത്വരജ തമോ ഗുണങ്ങൾ അകർന്നാലോ അതുതന്നെയാണ് മോക്ഷം. അപ്പൊ കിട്ടുവാങ്കനെ ഒറ്റ നിമിഷം കൊണ്ട് മോക്ഷം കിട്ടി എന്നുള്ളൊരു പരമാർത്ഥത്തെ. അപ്പൊ നമ്മളെ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ എന്തായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം ഒന്നും ഇപ്പോ ഈ നിമിഷത്തിൽ ആവശ്യമില്ല. ഈ നിമിഷമാണോ നിങ്ങൾക്ക് ഈ ഭാഗവത ധ്യാനത്തിൽ നിന്നും പരമാർത്ഥം ബോധിക്കുവാൻ സാധ്യമായത്, ആ നിമിഷം മുതൽ നിങ്ങൾ ആ ഗുരുപ്രസാദത്തോടുകൂടി ഗുരുകൃപയോടുകൂടി ഈശ്വരന്റെ മൂലമന്ത്രത്തെ ജപിക്കുകയും രൂപത്തെ ധ്യാനിക്കുകയും നിങ്ങളുടെ ധർമ്മത്തെയെല്ലാം ഈശ്വര പൂജയായിട്ട് ആചരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം സഫലമാവുക തന്നെ ചെയ്യും. അത് സത്യമാണ്. ഇനിയും നമുക്ക് ശ്രീരാമചരിതത്തെ പരിശോധിക്കുവാൻ ആരംഭിക്കാം.